ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അയച്ച മെസ്സേജുകളാണിത്. അതിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എല്ലാ മെസ്സേജും സീൻ ആക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും ഞാൻ പറയട്ടെ, ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിന്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന്. പിന്നെ 2-3 ചോദ്യങ്ങൾക്കുള്ള മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. 2020 നടന്ന കർഷക സമരത്തിൽ മോശമായിട്ട് പെരുമാറിയ രാഹുലുമായിട്ടുള്ള ബന്ധം പിന്നീടും തുടർന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം തന്നെ ചോദിച്ച ചോദ്യമാണ്. സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളോടോ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടോ മോശമായിട്ട് പെരുമാറുന്ന ആരെയും പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കുകയോ കൂടത്തിൽ നിർത്തുകയോ സംസാരിക്കാൻ പോലും തയ്യാറാകുകയല്ല. എന്നിട്ടും ഇങ്ങനെ ഒരു അകറ്റി നിർത്തൽ രാഹുലിൻ്റെ കാര്യത്തിൽ കാണാത്തത് എന്താ ചേച്ചി? ഇന്നലെ അയച്ച 4 മെസ്സേജുകൾ മാത്രം പുറത്തുവിട്ട നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പുള്ള ചാറ്റുകളൊന്നും പുറത്തുവിടാത്തത്? അതിനുള്ള ധൈര്യമുണ്ടോ? രാഹുൽ മിസ്ബിഹേവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ മോശമായിട്ട് മെസ്സേജ് അയച്ചപ്പോൾ നിങ്ങൾ ചുട്ട മറുപടി കൊടുത്തു എന്ന് പറയുന്നു. പുറത്തുവിടാൻ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഈ തെളിവുകൾ ചോദിക്കാൻ കാരണം ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്കോ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയല്ലെന്നേ പെരുമാറുന്നത്. പിന്നീട് അവരെ അടുപ്പിക്കുപോലുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്തതല്ലല്ലോ. 2024 നടന്ന നിങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള മാക്ബത്ത് പബ്ലിക്കേഷൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് നിങ്ങൾ ഇയാളെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. അതുമാത്രമല്ല, നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് 2020 മോശം അനുഭവം ഉണ്ടായി. അതുമാത്രമല്ല, മഹിളാ കോൺഗ്രസിലെ പല സ്ത്രീകളോടും ചോദിച്ചാൽ ഇതിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഇവനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. പാർട്ടിക്കകത്ത് പോലും പരാതി പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. മോശമായിട്ട് പെരുമാറിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ അകറ്റി നിർത്താതിരുന്ന നിങ്ങൾ, മറ്റുള്ള സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് പാർട്ടിക്ക് അകത്തും പുറത്തും ഒരു ചെറുവിരൽ പോലും അനക്കാത്ത നിങ്ങൾ, അങ്ങനെയുള്ള നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ വാക്കുകൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? രാഹുലിനൊപ്പമല്ല, രാഹുലിൻ്റെ രാഷ്ട്രീയത്തിനൊപ്പമല്ല. പക്ഷേ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് മുതലെടുക്കാൻ വരുന്ന ആളുകളെ അതിനേക്കാൾ കൂടുതൽ വെറുപ്പാണ്.